ഹലോ വീഡിയോ എടുത്തിട്ട് കുറേ ആയിട്ടോ. സത്യം പറഞ്ഞാൽ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്താ കാശായിരുന്നു. 6 മാസത്തിൽ 1000 സബ്സ്ക്രൈബേഴ്സ് ഞാൻ ഉണ്ടാക്കും എന്നൊക്കെയായിരുന്നു. പക്ഷേ ഒരു വർഷമായിട്ട് ഇപ്പോൾ എത്രയും ഉണ്ടാവോ, എത്രയാണ് 82 സബ്സ്ക്രൈബേഴ്സ് ആണ് ഉള്ളത്. ടൈമില്ലട്ടോ, ഒട്ടും സമയം കിട്ടുന്നില്ല വീഡിയോസ് ഒന്നും. പിന്നെ പുറത്ത് പോകുമ്പോൾ ഞാൻ ഫോൺ എടുക്കില്ല. എനിക്ക് ഇഷ്ടമല്ല ഈ വീഡിയോ ഇങ്ങനെ കൊണ്ട് നടക്കുക, ഫോൺ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ പിടിച്ച് നടക്കണം എന്ന് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അതാണ് ഞാനതൊന്നും നടക്കാറില്ല. പിന്നെ ചെയ്യുന്നതാകെ ഫുഡിൻ്റെ ഇടലാണ്. ഫുഡ് ഉണ്ടാക്കൽ ഇപ്പോൾ കണക്കാണ്, വേറെ ഒന്നുമല്ല. നൈറ്റ് തിരക്ക് പിടിച്ചാണ് ഉണ്ടാക്കാൻ വരുന്നത് ജോലി കഴിഞ്ഞിട്ട്. അപ്പോൾ ആ സമയത്ത് വീഡിയോ എടുക്കാനും പിടിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കില്ല. അതാണ് കുറേ ഇപ്പോൾ ടൈം എടുത്തിട്ടുണ്ട് വീഡിയോസ് എന്തെങ്കിലും ഇടുന്നത്. 2 ആഴ്ച കൂടുമ്പോൾ ഒരു വീഡിയോ ഇടുന്നത്. അങ്ങനെയൊന്നും നമ്മൾ ഇട്ടിട്ട് കാര്യമില്ല, റീച്ച് ആവില്ല. പിന്നെ എന്താണ് പിന്നെ എൻ്റെ ഈ 2 സാധനങ്ങളുണ്ട് കേട്ടോ. ഞാൻ ഈ ജോലി എടുത്ത് തളരുമ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് പറയും, പണിയെടുത്തെടുത്ത് മതിയായി, ഇനിയിപ്പോൾ വീട്ടിലെ പണി ചോറും കറി ഉണ്ടാക്കലോ എന്നെക്കൊണ്ട് പറ്റൂല എന്ന് ഞാൻ പറയുമ്പോൾ 2 പേരും ഉള്ള പാത്രങ്ങളൊക്കെ കസാര ഇട്ടിട്ട് അവിടെ നിന്ന് പാത്രങ്ങളെല്ലാം കഴുകി വെക്കും. ഈ ഹാള് ഫുള്ള് മടിച്ച് വാരി വൃത്തിയാക്കി ഷീറ്റൊക്കെ കുടഞ്ഞ് വിരിക്കും. എല്ലാം കളിപ്പാട്ടങ്ങളെല്ലാം പറക്കി വെക്കും. പിന്നെ എനിക്ക് ആകെ ഉണ്ടാവുന്ന പണി വന്നിട്ട് കുക്കിംഗ് മാത്രം ചെയ്താൽ മതി കേട്ടോ. അതേപോലെ വീട് ക്ലീൻ ചെയ്ത് വെക്കും. എൻ്റെ ആദ്യത്തെ കൊച്ചെന്ന് വെച്ചാൽ 1 വയസ്സ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. രണ്ടാമത്തേത് ഈ സാധനത്തിന് 4 വയസ്സുള്ളൂ. പക്ഷേ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കണമെങ്കിൽ എല്ലാം ചെയ്യട്ടെ. ഞാനും പണ്ട് അങ്ങനെയായിരുന്നു കേട്ടോ. പക്ഷെ എൻ്റെ ഓർമ്മയിൽ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ ചെയ്തിട്ടുണ്ട് എനിക്ക് ഓർമ്മയൊന്നുമില്ല. നമുക്കിപ്പോൾ അവക്കാണെങ്കിലും ഇപ്പോൾ ഈ ഒരു പ്രായമാകുമ്പോൾ അവർക്ക് ഓർമ്മ ഉണ്ടാവില്ല ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ചെയ്തതൊന്നും. അപ്പോൾ അതെനിക്ക് ഓർമ്മയില്ല. 6th സ്റ്റാൻഡേർഡിൽ 5th പഠിക്കുമ്പോൾ ഞാൻ വീട്ടിലെ സകല പണികളും ചെയ്യുമായിരുന്നു. അമ്മ ജോലി കഴിഞ്ഞ് വരുന്നു, അപ്പോൾ പാവം അന്നിട്ട് പിന്നെ പണിയെടുക്കണ്ടേ എന്ന് ഓർത്തിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു. വൃത്തിയാക്കി പാത്രമൊക്കെ കഴുകി സ്കൂളിൽ വിട്ട് വന്നിട്ട് മുറ്റം അടിച്ചു വാരി അപ്പോഴൊക്കെ മുറ്റമൊക്കെ ഉണ്ടാവും. പാത്രം കഴുകലും എല്ലാം എനിക്ക് പറ്റുന്ന പോലെ എല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് വെക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ പെൺകുട്ടികൾ ഉണ്ടാവുന്നത് എപ്പോഴും ഒരു അസറ്റ് തന്നെയാണ് കേട്ടോ. ആൺകുട്ടികൾ ചെയ്യുന്നുണ്ടാവും. അതല്ല, എനിക്ക് എൻ്റെ 2 പെൺകുട്ടികൾ എനിക്ക് നല്ല ഹെൽപ്പാണ് കേട്ടോ. അതേപോലെ ഞാനും നല്ല ഹെൽപ്പായിരുന്നു. ആ ഒരു പ്രായത്തിലൊക്കെ ഞാൻ നല്ല രീതിക്കെല്ലാം ചെയ്യാറുണ്ടായിരുന്നു. പിന്നെന്താ, വേറൊന്നുമില്ല. ശരി, ടാറ്റ. അയ്യോ ടാറ്റ, ബൈ ബൈ.